എല്ലാ ദിവസവും രാത്രിയിലെ ഒരു 12 മണിയൊക്കെ കഴിയുമ്പോൾ ഞാൻ താമസിച്ചിരുന്ന വീടിൻ്റെ അടുത്തൊരു വഴിയുണ്ട്. ആ വഴിയിലൂടെ ആരൊക്കെയോ നടക്കാറുണ്ട്. പക്ഷേ അത് ആരാണെന്ന് ആർക്കും അറിയില്ല. ആരും ഇതുവരെ കണ്ടിട്ടില്ല. ചിലരൊക്കെ അവരുടെ ശബ്ദം കേട്ടിട്ടുണ്ട്, നിഴൽ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറയപ്പെടുന്നു. നേരിട്ട് ആരും കണ്ടിട്ടില്ല. പക്ഷേ ഒരു ദിവസം ഞാൻ കണ്ടു. ഞാൻ +2 ഒക്കെ കഴിഞ്ഞ സമയമാണ്. എനിക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടി. ഒരു ഗ്രാമപ്രദേശത്താണ് ആ കോളേജ്. പക്ഷേ ഇല്ല, എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 3 മണിക്കൂർ യാത്ര ചെയ്യണം ആ കോളേജിലോട്ട് എത്താൻ. അതുകൊണ്ട് ആ കോളേജിൻ്റെ അടുത്ത് തന്നെ എവിടെയെങ്കിലും താമസിക്കാമെന്ന് പറഞ്ഞ് ഞാൻ കുറേ തപ്പി നടന്ന് അവസാനം പേയിങ് ഗസ്റ്റായിട്ട് താമസിക്കാൻ ഒരു വീട് കിട്ടി. ആ വീട്ടിലില്ലേ ഒരാൾ മാത്രമേ ഉള്ളായിരുന്നു, ആന്റണി ചേട്ടൻ. ഒരു 45-50 വയസ്സുള്ള ആളാണ് ആന്റണി ചേട്ടനെ. വളരെ നല്ല മനുഷ്യനെ. അങ്ങനെ ഞാൻ അവിടെ താമസം തുടങ്ങി. ആദ്യത്തെ ഒരു മാസം നല്ല സുഖമായിരുന്നു. ഡെയിലി രാവിലെ കോളേജിൽ പോവുക, വൈകിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരിക. ഞാൻ പേയിങ് ഗസ്റ്റായിട്ട് താമസിക്കുന്ന ആ വീടില്ലേ, അതൊരു പഴയ ഓടിട്ട വീടാണ്. അതിലൊരു കൊച്ചു മുറിയിലാണ് ഞാൻ താമസിക്കുന്നത്. ആ മുറിയിൽ നിന്ന് വഴിയിലേക്ക് തുറക്കുന്ന ഒരു ജനാലയുണ്ട്. അത് തുറന്നിട്ട് നല്ല കാറ്റാണ്. അപ്പോൾ ഡെയിലി കോളേജിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ ജനൽ തുറന്നിട്ട് എൻ്റെ കട്ടിലിൽ ഇങ്ങനെ കിടക്കും. വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ടെങ്കിലും ഈ സ്ഥലം എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ശാന്തതയുള്ള ഒരു സ്ഥലമാണ്. ആ റൂമിൻ്റെ ജനാല ഇങ്ങനെ തുറന്നിട്ടാലേ തൊട്ടപ്പത്തൊരു വഴിയുണ്ട്, അത് നമുക്ക് കാണാം. ആ വഴിയുടെ അപ്പുറത്തായിട്ട് ഒരു സ്ട്രീറ്റ് ലൈറ്റ് നിൽക്കണ്ടേ. ആ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചമേ ആ ജനാലയിലൂടെ ഞാൻ കിടക്കുന്ന റൂമിൻ്റെ ഭിത്തിയിൽ ഇങ്ങനെ അടിക്കും. അതുകൊണ്ട് റൂമിൽ ലൈറ്റ് ഇട്ടില്ലെങ്കിലും എനിക്ക് അത്യാവശ്യം എല്ലാം കാണും. അതുകൊണ്ട് ഞാൻ റൂമിൽ ലൈറ്റ് ഇടാറില്ല. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ലൈറ്റ് ഇടാറുള്ളൂ. സാധാരണ ദിവസങ്ങളിലെ ഞാനൊരു 10 മണി കഴിയുമ്പോഴേ കടന്നുറങ്ങും. പക്ഷേ ഇല്ലേ, ഞാൻ ചെന്നിട്ട് ഒരു മാസം കഴിഞ്ഞ് കാണും. അന്നൊരു ദിവസം ഞാൻ എൻ്റെ ഫോണിൽ ഒരു സിനിമ കണ്ട് ഒരു ഇത്തിരി ലേറ്റായി. സമയം രാത്രി ഒരു 12 മണിയൊക്കെ കഴിഞ്ഞ് കാണും. അപ്പോൾ ഞാൻ എൻ്റെ റൂമിൻ്റെ ഭിത്തിയിലില്ലേ ആരും നടന്നു പോകുന്നതിന് ഒരു നിഴൽ കണ്ടു. ഞാൻ പെട്ടെന്ന് ജനലിലൂടെ വഴിയിലേക്ക് നോക്കി. പക്ഷേ അവിടെയൊന്നും ആരും കണ്ടില്ല. ആരെങ്കിലും വഴിയിലൂടെ നടന്നു പോയതായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. അവരുടെ നിഴൽ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ജനലിലൂടെ എൻ്റെ ഭിത്തിയിൽ അടിക്കുന്നത്. ഒരു 2-3 ദിവസം കഴിഞ്ഞാണ്. അന്നും ഞാൻ ഇത്തിരി ലേറ്റായി. അന്നും ഞാൻ എൻ്റെ ഭിത്തിയിൽ ഒരു നിഴൽ കണ്ടു. പക്ഷേ വഴിയിലോട്ട് നോക്കിയിട്ട് ആരും കണ്ടില്ല. പിന്നെ ഞാൻ എപ്പോഴൊക്കെ 12 മണി കഴിഞ്ഞ് ഉണർന്നിരുന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം ഈ നിഴൽ കണ്ടിട്ടുണ്ട്. ഒരു ദിവസമില്ലേ ഞാൻ ഇതിനെക്കുറിച്ച് ആന്റണി ചേട്ടനോട് ചോദിച്ചു. അപ്പോൾ പുള്ളി കൂളായിട്ട് പറഞ്ഞു, ഓ അതാ നടക്കാൻ പോകുന്നവരാ, നീ അത് നോക്കിയിരിക്കുന്നു വേണ്ട. പക്ഷേ ഇല്ലേ, ഇതെന്താണെന്ന് അറിയണമെന്ന് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ ഫോണിൻ്റെ ക്യാമറയിൽ ആ ജനൽപ്പടിയെ ചാരി വഴിയിലോട്ട് തിരിച്ചു വെച്ചു. എന്നിട്ട് വീഡിയോ റെക്കോർഡിംഗ് ഓണാക്കിയിട്ട് വെയിറ്റ് ചെയ്യുക ഈ നിഴൽ വരാൻ വേണ്ടി. ഞാനിങ്ങനെ ജനലിലൂടെ പുറത്തോട്ട് നോക്കി തന്നെ ഇരിക്കുക. അപ്പോൾ എന്നെ പുറകിൽ നിന്ന് നമ്മുടെ ആന്റണി ചേട്ടൻ വിളിച്ചു. എന്നിട്ട് പുള്ളി എന്നോട് ചോദിച്ചു, നീ ഇപ്പോഴും ആ നടക്കാൻ പോകുന്നവരെ തന്നെ നോക്കിയിരിക്കുക അല്ലേ? നീ എത്ര നോക്കിയിരുന്നാലും നിനക്ക് അവരെ കാണാൻ പറ്റത്തില്ല. നിനക്ക് അവരുടെ ശബ്ദം കേൾക്കാം, അവരുടെ നിഴലുകൾ കാണാം, പക്ഷേ നീ ഒരിക്കലും അവരെ കാണാൻ പോകുന്നില്ല. എന്നിട്ട് ആന്റണി ചേട്ടൻ പറഞ്ഞു, പുള്ളിക്കാരനും അവരെ അന്വേഷിച്ച് ഇതുപോലെ കുറേ നടന്നതാണ്. പക്ഷേ പുള്ളിക്കും ഇതുവരെ അവരെ കാണാൻ പറ്റത്തില്ല. അവരുടെ നിഴലുകൾ കണ്ടിട്ടുണ്ട്, ശബ്ദങ്ങൾ കേട്ടിട്ടുണ്ട്, പക്ഷേ അവരെ കണ്ടിട്ടില്ല. അവരെ അന്വേഷിച്ച് നടന്നാലേ കുറേ ദുസ്വപ്നങ്ങൾ കാണാം, അതല്ലാതെ യാതൊരു പ്രയോജനമില്ല എന്ന് പറഞ്ഞിട്ട് ആന്റണി ചേട്ടൻ പോയി. അതുകൊണ്ടില്ലേ ഞാൻ എൻ്റെ ഫോൺ മാറ്റി വെച്ചിട്ട് ഞാൻ അങ്ങ് കടന്നുറങ്ങി. പക്ഷേ 2-3 ദിവസം കഴിഞ്ഞപ്പോണ്ടല്ലോ എനിക്ക് പിന്നെ ഒരു ആഗ്രഹം, ഇതാരാണെന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്ന്. അതുകൊണ്ടില്ലേ ഞാൻ വീണ്ടും വീഡിയോ റെക്കോർഡ് ചെയ്യാൻ തീരുമാനിച്ചു. അന്ന് ഞാൻ എൻ്റെ റൂമിൻ്റെ ഡോർ ലോക്ക് ചെയ്തിട്ട് ജനലിൻ്റെ പോയി വഴിയിലേക്ക് ഫോൺ തിരിച്ചു വെച്ച് വീഡിയോ റെക്കോർഡിംഗ് ഓണാക്കി. എന്നിട്ട് ഞാനും വഴിയിലേക്ക് നോക്കിയിരിക്കുവാണ്. ഒരു 12 കാലൊക്കെ കഴിഞ്ഞപ്പോണ്ടല്ലോ ആ നിഴൽ ഞാൻ കണ്ടു. പക്ഷേ നിഴൽ മാത്രമേ ഉള്ളായിരുന്നു, ആ വഴിയിലൊന്നും ആരും ഇല്ലായിരുന്നു. ആന്റണി ചേട്ടൻ പറഞ്ഞത് സത്യമാണെന്ന് തോന്നുന്നു. ഞാൻ നല്ല ശരിക്ക് പേടിച്ച് ഞാൻ പെട്ടെന്ന് ജനലടച്ചിട്ട് കണ്ണടച്ചൻ കടന്നു. പിന്നെ എപ്പോഴോ ഉറങ്ങിപ്പോയി. പിറ്റേ ദിവസമാണ് ഞാൻ ആ വീഡിയോയുടെ കാര്യം ഓർക്കുന്നത്. ഞാൻ ആ വീഡിയോ ചെക്ക് ചെയ്തപ്പോണ്ടല്ലോ ആ വീഡിയോയ്ക്കകത്ത് എനിക്കൊരാളെ കാണാം. അതായത് ആ നിഴൽ വന്ന സമയത്ത് വീഡിയോയ്ക്കകത്ത് ഒരാളെ എനിക്ക് കാണാം. പക്ഷേ ഞാൻ നേരിട്ട് ആരും കണ്ടില്ല. ആ വീഡിയോയ്ക്കകത്ത് കണ്ട ആളുടെ മുഖം ഒന്നും വ്യക്തമല്ല. പക്ഷേ അയാളുടെ മൊത്തത്തിലുള്ള രൂപം കണ്ടിട്ട് എനിക്കത് ആന്റണി ചേട്ടനായിട്ടാണ് തോന്നുന്നത്. എനിക്ക് എന്തൊക്കെയോ ഒരുപാട് സംശയങ്ങൾ തോന്നി. കുറച്ചുകൂടെ ലോ ലൈറ്റിൽ നല്ല വീഡിയോ എടുക്കാൻ പറ്റുന്ന ക്യാമറ ആണെങ്കിൽ ആളുടെ മുഖം നല്ല വ്യക്തമായിട്ട് കാണാൻ